കാർട്ടൂൺ കാണുന്നത് നമുക്കൊക്കെ ഇഷ്ടമാണ്. ടോം ആൻഡ് ജെറിയും കണ്ടാൽ ഇപ്പോഴും നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ആളുകളും പൊട്ടിച്ചിരിക്കും, വൃദ്ധരായ ആളുകളും പൊട്ടിച്ചിരിക്കും. ആ ഒരു മൽപ്പിടുത്തവും ബഹളമൊക്കെ കാണുമ്പോൾ അതൊക്കെ രസമാണ്, കുസൃതികളാണ്, ഏത് കാലത്തും ഏത് പ്രായത്തിലും ആസ്വദിക്കാൻ പറ്റുന്ന തമാശകളാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ആ ടൂളുകൾ ഉപയോഗിച്ച് ചില ആളുകൾ ചില കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ചില വമ്പൻ കമ്പനികൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പല പ്ലാറ്റ്ഫോമുകളിലൂടെ അത് പുറത്ത് വിടുന്നുണ്ട്. അത്തരത്തിൽ ഒരു പൂച്ച, നമ്മുടെ തൊമ്മൻ പൂച്ചയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു പൂച്ച വന്നിട്ടുണ്ട്. അവൻ്റെ പേര് ഓറഞ്ച് ക്യാറ്റ് എന്നാണ്, ഓറഞ്ച് പൂച്ച. ഈ ഓറഞ്ച് പൂച്ചയുടെ അഡിക്ഷൻ നമ്മുടെ നാട്ടിലെ പല കുട്ടികൾക്കും വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിന് മുന്നറിയിപ്പുമായി കേരള പോലീസ് എത്തിയതോടുകൂടിയാണ് ഈ വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയതും ഞാനിത് അവതരിപ്പിക്കുന്നത്. ഈ ഓറഞ്ച് പൂച്ചയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പഴയ പ്രക്രൂസ്റ്റസ് ഇല്ലേ, വയലാറിൻ്റെ കവിതയിലൂടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പ്രക്രൂസ്റ്റസിനെ അറിയില്ലെന്നോ പറഞ്ഞു കേട്ടിട്ടില്ലെന്നോ. അതായത് ഓരോ അതിഥികളെയും അവനിങ്ങനെ ക്ഷണിച്ച് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? അവൻ്റെ കട്ടിലിനേക്കാൾ ചെറുതാണ് അവരുടെ ഉടലുകളെങ്കിൽ അടിച്ചു നീട്ടും ചുറ്റിക കൊണ്ടവൻ അവരുടെ കൈയും കാലും. ഇനി അവൻ്റെ കട്ടിലിനേക്കാൾ വലുതാണ് അവരുടെ കൈയും കാലുമെങ്കിൽ അരിഞ്ഞു മാറ്റും. അതാണ് പ്രക്രൂസ്റ്റസ്. അതുപോലെയാണ് ഈ ഓറഞ്ച് പൂച്ച എന്ന കഥാപാത്രം. ഇതെങ്ങനെയാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്? ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി പേന കൊണ്ട് അടുത്തിരിക്കുന്ന സുഹൃത്തിനെ നിരന്തരം കുത്തി നോവിപ്പിച്ചിട്ട് മറ്റവൻ കരയുമ്പോൾ ഇവൻ വല്ലാതെ സൈക്കോയാകുന്നു. കൊച്ചുകുട്ടിയാണ്. സൈക്കോ എന്ന് പറഞ്ഞാൽ അവൻ ഒരുതരം ഉന്മാദമാണ്, ചിരിക്കുന്നു. ആ മറ്റവൻ കരയുന്നത് കാണുമ്പോൾ ഇവൻ ചിരിച്ച് ഉല്ലസിക്കുന്നു. ഇത് 1-2 ദിവസമായി ടീച്ചേഴ്സ് പറഞ്ഞു, മോൻ എന്തിനാണ് ആ കുഞ്ഞിനെ സുഹൃത്തിനെ ഉപദ്രവിച്ചത്? അത് അപ്പോഴും ഇവന് ഒരു കൂസലുമില്ല. അപ്പോൾ ഇവന് എന്തോ അഡിക്ഷൻ ഉണ്ട്, ഇവൻ എന്തോ മാരകമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് ടീച്ചേഴ്സിന് സംശയം തട്ടുന്നു. അങ്ങനെ സ്കൂളിലെ അധ്യാപിക നേരെ പാരൻസിനെ വിളിച്ചു വരുത്തി, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ചോദിക്കുന്നു, മകൻ എന്താണ് പറ്റിയത്? സൗമ്യനും ശാന്തശീലനും നന്നായി പഠിക്കുന്ന കുട്ടിയുമായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല, പേന എടുത്ത് മറ്റവന്റെ നെഞ്ചിലിട്ട് കുത്തിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇതെന്ത് സംഭവിച്ചു? ഇവൻ എന്തൊക്കെയാണ് കാണുന്നത്? അപ്പോഴാണ് അച്ഛനും അമ്മയും പറയുന്നത്, ഇവനിപ്പോ ഒരു ഓറഞ്ച് പൂച്ചയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഈ ഓറഞ്ച് പൂച്ചയെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെ പോലീസിന് വിവരം കിട്ടി. പോലീസ് ഈ വീഡിയോകൾ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം തിരിച്ചത്. പ്രക്രൂസസ് ഒന്നുമില്ല, അതൊക്കെ പണ്ട് കാലത്ത് നടന്നത്. ഈ പൂച്ചയാൾ ആശാൻ എന്താണ് ചെയ്യുന്നത്? ഓരോരുത്തന്മാരെ തവളയെ വിളിക്കും, മറ്റേ ആളുകളെ വിളിക്കും, അങ്ങനെ ഓരോ ഇരകളെ നേരെ വിളിച്ചു വരുത്തിയിട്ട് സദ്യയൊക്കെ കൊടുക്കും. സദ്യ കൊടുത്തിട്ട് മദ്യവും കൊടുക്കും. മദ്യം കൊടുത്ത് ബോധം കെട്ട് ഈ അതിഥി കിടന്ന് ഉറങ്ങുമ്പോഴേക്കും തലക്കടിച്ചു കൊല്ലും, എന്നിട്ട് അതിനെ ആഹരിക്കും. ഇതാണ് ഈ ഓറഞ്ച് പൂച്ചയുടെ ഒരു സ്വഭാവം. മറ്റേത് അടുത്തൂടെ പോണവനെയൊക്കെ ഉപദ്രവിച്ചിട്ട് പൊട്ടിച്ചിരിക്കും. ഇത് ക്രൂരമായ പരിഹാസങ്ങളിലേക്കും ക്രൂരതയിലേക്കും കുട്ടികളുടെ മനസ്സിനെ വല്ലാതെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യിപ്പിക്കുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞർ വരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം വ്യാപകമാണിപ്പോൾ. അതിന് DDAD, അതായത് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട് പോലീസിന്റെ. ആ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാലും കുഴപ്പമില്ലെന്നാണ് സൈബർ പോലീസ് പറയുന്നത്. ഇത് വലിയ കാര്യമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഇയാൾ കാർട്ടൂൺ പറയുന്നുവെന്ന്. അങ്ങനെയല്ല, വലിയ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുട്ടികൾ, ഷഹബാസിന്റെ കാര്യം അറിയാമല്ലോ, കോഴിക്കോട് നടന്നത്. ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കുട്ടികൾ ക്രൈം വാസന. കഴിഞ്ഞ ദിവസം ഒരു IPS ഉദ്യോഗസ്ഥ ഒരു ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വാർത്തകളിൽ വായിച്ചിട്ടുണ്ടാകും. അവർ പറഞ്ഞത് ഇതാണ്, അതായത് ഓൺലൈൻ ഗെയിമുകളും അതുപോലെ തന്നെ ഓൺലൈൻ കാർട്ടൂണുകളും, ചില കാർട്ടൂണുകളൊക്കെ കാണുന്നത് കുട്ടികളുടെ വയലൻസിനെ വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വയലൻസ് ആണ് കുട്ടികൾ മറ്റ് കൂട്ടുകാരോട് അല്ലെങ്കിൽ സഹപാഠികളോട് കാണിക്കുന്നത്. അവർക്കറിയില്ല, ഇതിന്റെ ശരിയും തെറ്റും കൃത്യമായി അവർക്കറിയില്ല. അവര് ഈ വീഡിയോ ഗെയിം കാണുന്നു. അത് എത്ര ചെറിയ കുട്ടികളാണെങ്കിലും ഈ ഗെയിമുകൾ കാണുന്നത് അപകടമാണെന്ന് ആ IPS ഉദ്യോഗസ്ഥ പറയുന്നത് വാർത്തകളിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് ഇവിടെ ഈ ഓറഞ്ച് പൂച്ചയുടെ കാര്യം. ഓറഞ്ച് പൂച്ച ഒരു ബേസ്ബോൾ സ്റ്റിക്കൊക്കെ വെച്ച് നിന്നിട്ട് തലക്കടിച്ച് കൊല്ലുന്നു, എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം AI ടൂളുകൾ വെച്ച് നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഇത്തരം ക്രിയേഷൻസ്, അതായത് ഇത്തരം കഥാപാത്രങ്ങളും ഈ കഥാതന്തുവുമൊന്നും നമ്മുടെ നാടിനോ നമ്മുടെ സംസ്കാരത്തിനോ യോജിക്കുന്നതല്ല. നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ സനാതന ധർമ്മത്തെ അല്ല ഞാൻ പിടിച്ചു പറയുന്നത്. ഒരു കുട്ടി വളർന്നു വരേണ്ട സാഹചര്യമുണ്ട്. അക്രമവാസനയോട് കൂടിയല്ല കുട്ടി വളർന്നു വരേണ്ടത്. അക്രമവാസനയും സഹജീവികളെ ഉപദ്രവിക്കുന്നത് ഹരമായി മാറ്റുന്ന രീതിയിലല്ല കുട്ടികൾ വളരേണ്ടത്. അതിന് രക്ഷിതാക്കൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. രക്ഷിതാക്കൾ ഇത്തരം കാർട്ടൂണുകളും ഇത്തരം സീരീസുകളും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അത് വിലക്കുക, അത് ബ്ലോക്ക് ചെയ്യുക.
കുട്ടികൾ എന്താണ് കാണുന്നത്, കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് രക്ഷിതാക്കൾ മോണിറ്റർ ചെയ്യുക. ഇതാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. അത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ കടമ കൂടിയാണ്, എൻ്റെ ദൗത്യം കൂടിയാണ്. അത് പറയുന്നു. അപ്പോൾ ഓറഞ്ച് പൂച്ചയെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും.